എൻ്റെ ഒരു മാസം എല്ലാവർക്കും നമ്മുടെ മൈൻക്രാഫ്റ്റ് കിട്ടും. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഒരുപാട് യുദ്ധ ഫൈറ്റൊക്കെ ചെയ്തിരുന്നു. ഞാൻ ഫൈറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ആർമറൊക്കെ ഒരുപാട് പൊട്ടി. നമ്മളാണെങ്കിൽ ഡയമണ്ട് ഹെൽമെറ്റൊക്കെ ഇട്ടിരുന്നു. പൊട്ടി അതും പൊട്ടാറായി. അതും പൊട്ടി. അങ്ങനെ പെട്ടെന്ന് എല്ലാം വേഗം പൊട്ടി. പിന്നെ പൊട്ടി എല്ലാം പൊട്ടി കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിലൊന്നും ഇല്ലാണ്ടായിപ്പോയി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഡയമണ്ട് നെതറേറ്റ് ആർമർ ഗ്രൈൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഈ കാര്യം ചെയ്തത്. നമ്മുടെ കയ്യിൽ മറ്റേ ഇതുണ്ടല്ല, ആ വീടിൻ്റെ അകത്ത് ആർമർ ക്യൂബർ മുമ്പ് ഡയമണ്ട് ആർമറും മറ്റേ നെതറേറ്റ് ആർമറൊക്കെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതിനുള്ളിൽ കയറുന്നപ്പോഴാണ് എനിക്ക് ഒരുപാട് ആർമറൊക്കെ കിട്ടിയത്. ആർമറൊക്കെ ഇട്ടാൽ എന്നെ കാണാൻ ഇതുപോലെ ഇരിക്കും. പണ്ടത്തെ ലുക്ക് മൊത്തം കിട്ടിയില്ല. ഇപ്പോൾ എൻ്റെ വാർഡും കോസ്റ്റും ആർമറേറ്റിങ്ങും ട്രിമ്മൊക്കെ വെച്ച് ഞാൻ ട്രിം ചെയ്തെടുത്തു, റെഡ് സ്റ്റോണിൻ്റെ ട്രിം ഉപയോഗിച്ച്. അങ്ങനെ ഞാൻ ഇങ്ങനെയുള്ള രൂപത്തിലേക്ക് മതി. അതുമാത്രമല്ല, ഞാൻ ഒരു നെതറിൽ പോയിട്ട് ഒരുപാട് ആർമർ ഗ്രൈൻഡ് ചെയ്ത് ഒപ്പിച്ച് ഞാൻ കാണിച്ചത്. ആർമർ മാത്രമല്ല, ഒരുപാട് എലൈട്രയും അതൊക്കെ ഞാൻ ഒപ്പിച്ചിട്ടിരുന്നു. ഒന്നാമത്തെ കാര്യം, ഞാൻ ഡ്രാഗനെ കൊന്നിട്ട് മറ്റേ സാധനം സ്പോൺ ആവില്ല, ഇവിടെ പോകേണ്ട ബോട്ടിൽ അതൊക്കെ സ്പോൺ ചെയ്ത് ഇപ്പം ഒരുപാട് ലെറ്റർ ഗ്രൈൻഡ് ചെയ്ത് വെച്ച് കേട്ടോ. ഒരുപാട് സ്വാഡ് ബൂട്ട് ഒരുപാട് ഗ്രൈൻഡ് വെച്ചു. പിക്കാക്സ് ശവല് മാത്രമല്ല, നമ്മുടെ ചെസ്റ്റ് ലൈറ്റ് അതൊക്കെ ഞാൻ പതുക്കെ ഹെൽമെറ്റ് ഒക്കെ ഞാൻ ഗ്രൈൻഡ് വെച്ച്. മാത്രമല്ല, ഇവിടെ കണ്ട ഈ അവിടെ കയറുന്നാൽ നമുക്ക് ഷീൽഡ് ലൈറ്റർ ഇവിടെ ബോ ഇത് സാധനങ്ങളെല്ലാം ഞാൻ വെച്ചു. ബോ ഞാൻ ഒരുപാട് ഉപയോഗിച്ച ബോ ഉണ്ടായിരുന്നു. നമ്മൾ ഒരു സ്കെൽറ്റൻ്റെ ഇതുണ്ടല്ലോ ഫം അവിടെ നിന്ന് കിട്ടിയ ബോ ഉണ്ടായിരുന്നു. അത് ഞാൻ ഒരുപാട് എടുത്ത് മെൻ്റൊക്കെ ചെയ്ത് കൊണ്ടുവന്നിരുന്നു. മെൻ്റെ എന്നാൽ ലൈഫ് കൂട്ടി എത്തുള്ളൂ. ഒരുപാട് നേരം AFK നിന്നോളാം. അങ്ങനെ AFK നിന്നതിൻ്റെ ഗുണമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. എന്താണിത്, ഫൈറ്റ് ചെയ്യാൻ പോണം. പക്ഷേ പോകുന്നത് നമ്മുടെ ഓൾഡ് ആർമറായിരിക്കണം പോകണം. ഒന്നാമത്തതിന് സ്പെയറിനകത്ത് വെച്ച് ആർമർ നമ്മുടെ മെയിൻ ആർമർ ഇടാൻ പാടില്ല. മെയിൻ ആർമർ ഇടാൻ പാടില്ല. അതിനാല് നമുക്ക് ഇതേപോലെ സംഭവിക്കും. അങ്ങനെ സംഭവിക്കാണ്ടിരിക്കണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാവണം. ഇത്ര ഭംഗിയുള്ള മുഖം കൊണ്ടാണ് ഞാൻ ആ ഫൈറ്റിംഗ് ഏരിയയിലോട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോയത്. ഇങ്ങനെ പോകാൻ പാടില്ലായിരുന്നു നമ്മൾ. ഇനി ആരെങ്കിലും മൾട്ടിപ്ലെയറിൽ ഫൈറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ എന്ന് ആരും പറയില്ല. അവർ പറഞ്ഞാൽ ഞാൻ ഒരിക്കലും എന്ന് പറയില്ല. ഞാൻ വരുന്നടാ, എനിക്ക് ആരോടെങ്കിലും കൊല്ലണം എന്ന് പറഞ്ഞ് ഞാൻ ചാടി അടിക്കാൻ വേണ്ടി ചെല്ലും. ഇങ്ങനെയാണ് ഞാൻ മുമ്പ് തരുന്നത്. പക്ഷേ ഇനി മുതൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഹെൽമെറ്റ് ഇട്ടപ്പോൾ കണ്ട ഒരു ചെന്തം വന്ന്, അതാണ് എൻ്റെ മൈൻക്രാഫ്റ്റിൽ പവർ. അത്രയുള്ളൂ. പൊളിയല്ലേ ഫൈറ്റിംഗ് ഏരിയ കാണിച്ചാൽ. ഇത് നമ്മുടെ ഫൈറ്റിംഗ് ഏരിയ. ഇതിവിടെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നമ്മൾ ഫൈറ്റ് കളിച്ചത്. അങ്ങനെ ഫൈറ്റ് കൊണ്ടാണ് നമ്മുടെ സാധനങ്ങളൊക്കെ എവിടെയൊക്കെ കാറ്റിൽ പറന്നു പോയത്. എൻ്റെ ഒന്നാമത്തെ കാര്യം, എൻ്റെ മെയിൻ ആർമർ ടൂൾസ് പോയത് ഇവിടെ. ടൂൾസൊന്നും പോയിട്ടില്ല, ടൂൾസ് വെപ്പൺസ് ഒന്നും പോയില്ല നമ്മുടെ. അത് പോയി നന്നായി ഉണ്ടാ യുദ്ധക്കളോടും കൂടെ ഒരുപാട് ഹോഗ്ലിൻ, സോംബി, ബ്രീസ്, സ്കെൽട്ടൻ, വാർഡൻ, പിന്നെ ഒരുപാട് സാധനത്തിൽ കൊന്നു. പിന്നെ വെറൈറ്റിക്ക് ഒരു എന്തരമേനയും കൂടി കൊന്നു. ഒരുപാട് വിച്ച് അതൊക്കെ കൊന്നു. വിച്ചിൻ്റെ ഒരുപാട് ഹാർമിംഗ് പോർഷനും ആണ്. ബ്രീസ് അതിനൊക്കെ ഒരുപാട് കൊന്നു. പോർഷൻ ഓഫ് ഫാർമിങ്ങും അതൊക്കെ എടുത്തറിഞ്ഞു അവന്മാർ. ഒരുപാട് ടോട്ടം പൊട്ടി. നമ്മുടെ ഒരുപാട് റോട്ടർ ഫിഷും മറ്റേ നമ്മുടെ സ്റ്റീക്കുകളല്ല മറ്റേ കുക്കട് മറ്റേ പോർക്ക് ഷോപ്പിലെ അതൊക്കെ കിട്ടിയിരുന്നു. ഈ ലൈറ്റൊക്കെ ഞാൻ ഓഫ് ചെയ്തിരുന്നു, അവന്മാരാണ് ഉണ്ടാക്കി. പിന്നെ മറ്റേ ഹോഗ്ലിൻസിൻ്റെ കയ്യിൽ നിന്ന് വെച്ചാൽ ഒരുപാട് പില്ലറൊക്കെ ചെയ്യാൻ മുകളിലോട്ട് കയറി നിന്ന്. പക്ഷേ അവന്മാർക്ക് അതൊന്നും വിഷയമില്ല. ഞാൻ അവന്മാരുടെ ഇപ്പോൾ മറ്റേ ഇവന്മാരെ സ്പോണ്ട് ചെയ്തിരുന്നു. യവന്മാരാ
നമ്മൾ മറ്റേ സോബിനല്ല പിഗ്ബിൻസിനെയൊക്കെ ഫോൺ ചെയ്തിരുന്നത്. അവന്മാര് കാരണം മനുഷ്യന്മാർ പണിയെ കിട്ടിയത്. പിന്നെ മറ്റേ അവന്മാരുണ്ടല്ല ബ്രൂട്ടാ, അവന്മാരെ കടന്നുണ്ട്. അവന്മാർ നമ്മുടെ ഈ ഹെൽമെറ്റും ഒരുപാട് മറ്റേ ഇത് വിട്ട് എയറോസ് ഇത് വെച്ചിട്ട് അങ്ങനെയാണ് നമ്മുടെ ഇത് ഹെൽമെറ്റും ഇതൊക്കെ പൊട്ടിപ്പോയത്. അങ്ങനെ പിന്നെ ബ്രീസ് മറ്റേ ഈ ഇത് ഊതിയിട്ട് അപ്പം എൻ്റെ എല്ലാം കാറ്റും പോയി. അങ്ങനെ പോകാണ്ടിരിക്കണമെങ്കിൽ സ്പെയർ ആർമിട്ട് വേണം പോകാൻ. അങ്ങനെ പോയി കഴിഞ്ഞാൽ വേഗം രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ ഇതോടെ നമ്മുടെ വീഡിയോ നിങ്ങൾ പോയിട്ട് പിന്നെ ആയോ ചേട്ടാ ബൈ ബൈ.